ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡേ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പോട്ടിലാണ് ബിരിയാണി വെച്ചതെന്നും. ആദ്യം മൺചട്ടിയിൽ നല്ലൊരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ്. അതും സ്മോക്കിങ് കൊടുത്തുള്ള നല്ല ഫ്ലേവർ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെസിപ്പിയാണ്. സ്പെഷ്യൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് ബീഫ് ഒന്ന് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ആവശ്യമായ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് കുക്കാവുന്ന ടൈം ഒരു ഗ്രീൻ ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കുറച്ച് മിൻറ്റ് ലീഫും ഒരു നാരങ്ങയുടെ പകുതി, പിന്നെ എരിവിന് ആവശ്യമായ ഗ്രീൻ ചില്ലി. ഞാൻ ഇവിടെ 7 ഗ്രീൻ ചില്ലിയാണ് എടുത്തത്. ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അടുത്തത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന ടൈം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ ടൈം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ലപോലെ വയന്ന് വരണം നമ്മൾ സവാള. സവാള നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രീൻ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫിൻ്റെ സ്റ്റോക്ക് അടക്കമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റോക്കും ബീഫും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുക ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്നില്ല. വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഹാഫ് ലെമണും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തതായതുകൊണ്ട് കൂടുതൽ ടൈം കുക്ക് ചെയ്യേണ്ട. ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെയ്തതിന് ശേഷം നമ്മൾ ബീഫ് ഒന്ന് നല്ല പോലെ കുക്കായിന്ന് നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് കുക്കായതിന് ശേഷം തക്കാളിയൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. മൂടി തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ മസാലയൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. ലാസ്റ്റ് നമ്മൾ കുറച്ചൊരു മസാല അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഗീ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലെയർ പോലെ ഗീ റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് ഇട്ട് കൊടുക്കാം. സവാളയും മല്ലിയിലയും കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. മസാല ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ഗീ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗീ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇതിൻ്റെ മുകളിൽ മസാലയുടെ ഗ്രേവി മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സവാളയും മല്ലിയില പിന്നെ കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്താണ് നമ്മൾ മെയിൻ പരിപാടി, സ്മോക്കിംഗ് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒന്ന് സ്മോക്ക് ചെയ്യാം. സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി സെൻറ്ററിലൊന്ന്
നമുക്കൊന്ന് ഇതുപോലെ മസാല ഒന്ന് വേർതിരിച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ അലൂമിനിയം ഫോയിലിൽ കുറച്ച് കണലെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചിരട്ട വെച്ചിട്ട് കണലാക്കിയാൽ നിങ്ങൾക്ക് ചാർക്കോളോ ഇതുപോലെ ചിരട്ട വെച്ചിട്ട് കണലോ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. നമ്മൾ കഴിക്കാൻ പോകുന്ന ടൈം ഇതൊന്നും ദമ്മ് ഒന്ന് പൊട്ടിച്ചാൽ മതി. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും, നല്ല സ്മോക്കിങ് ടേസ്റ്റും. നമ്മുടെ ബീഫ് ബിരിയാണി ഓൾറെഡി നല്ലൊരു ടേസ്റ്റാണ്, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്മോക്കിങ് ടേസ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.